പെരിന്തൽമണ്ണയിൽ നിന്ന് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ പെരിന്തൽമണ്ണക്കാർ സ്വകാര്യ അഹങ്കാരമായ അങ്ങാടിപ്പുറം പാലത്തിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഫ്രീ ആണ്, നമുക്ക് അന്നത്തെ ദിവസം എന്താ ചെയ്യാമെന്ന് അറിയില്ല, എങ്ങനെ സമയം കഴിയുമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഈ പാലത്തിലൂടെ പോകുന്ന രീതിയിൽ പോയാൽ മതി. നമ്മൾ അന്നത്തെ സമയം ഫുൾ അവിടെ പോയിക്കോളും. കാരണം അത്രയ്ക്ക് പെരിന്തൽമണ്ണ അങ്ങാടി അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ടൗൺ മുഴുവൻ ബ്ലോക്കാക്കാൻ കൽപ്പുള്ള ഒരു ചെറിയ പാലാണ്. പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള നല്ല വീതിയുള്ള റോഡുകളാണ്. ഈ വീതിയുള്ള റോഡിൽ നിറയെ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കും. അതെന്തിനാണെന്നറിയോ? ഹജറുൽ അസ്വദ് മുത്തുന്ന പോലെ തിരക്കാണ്. എന്തിന്? ഈ പാലൊന്ന് മുത്തിപ്പോകാൻ വേണ്ടിയിട്ട്. കൊടികുത്തിമലിനെ കുറിച്ചുള്ള വ്ളോഗാണ്ടത്. പണ്ടത്തെ പോലെ മണ്ടി ചെന്ന് കയറാൻ പറ്റില്ല. കറക്റ്റ് ടൈമുണ്ട്, കറക്റ്റ് ടൈം ഷെഡ്യൂളുണ്ട്, അതുപോലെ ടിക്കറ്റ് ഉണ്ട്. മുതിർന്ന ആളുകൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയും, പിന്നെ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ 150 രൂപയും, ഫോറിനേഴ്സ് ആണെങ്കിൽ 100 രൂപ. എന്താണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. കൊടികുത്തിമലയുടെ ഓപ്പണിംഗ് ടൈം അവർക്ക് തന്നെ വലിയ ധാരണ കേട്ടോ. 8 മണി ഒരു ബോട്ടിന്മേ, 9 മണി വേറൊരു ബോട്ടിന്മേണ്ട്. അപ്പോൾ ആരാണോ ആദ്യം എണീക്കുന്നത് അവൻ പോയി തുറക്കും. ചിലപ്പോൾ 8 മണിക്ക് അയക്കും, ചിലപ്പോൾ 9 മണിക്ക് അയക്കും, എന്താണെന്ന് അറിയില്ല. ഓപ്പണിംഗ് ടൈമിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലോസിംഗ് ടൈമിൽ ഡൗട്ടൊന്നും കേട്ടോ. 5 മണിക്ക് കൊടികുത്തിമല ക്ലോസാണ്, പിന്നെ ടിക്കറ്റ് കൊടുക്കുന്നതല്ല. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമല അമ്മനിക്കാടൻ പർവ്വതനിരകളിൽപ്പെട്ട 129 ഹെക്ടർ വനഭൂമിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ പ്രദേശത്ത് സർവേ നടത്തുകയും സർവേയുടെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്ത് ഒരു കൊടി നാട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് കൊടികുത്തിമലയായത്. അതേപോലെ കൊടികുത്തിമലയിലേക്ക് വരുമ്പോൾ കാലാവസ്ഥ നോക്കി വരണം. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത്, ഒരു കോളേജ് പഠിക്കുമ്പോൾ ഇവിടെ വന്ന സമയത്ത് കൊടികുത്തിമല അടിപൊളിയായിരുന്നു. അതായത് നല്ല കോട മൂടി, നല്ല പച്ചപ്പുല്ല് അങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണ അങ്ങാടി ഇങ്ങനൊരു സ്ഥലം കണ്ടത്. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം പറഞ്ഞു, പെരിന്തൽമണ്ണ അടിപൊളി സ്ഥലം, അപ്പോൾ അങ്ങോട്ട് പോകില്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെയും കൊണ്ട് പോയി. പക്ഷേ ഒരു എന്താ പറയുക, വേനൽക്കാലത്താണ് പോയത്. ആ മല എന്താ പറയുക, പച്ചപ്പുല്ല് വെച്ചൊരു ഉണങ്ങിയ പുല്ലും കൂടി ഇല്ലാത്തൊരവസ്ഥ, ഭയങ്കരമായ ചൂട്. അപ്പോൾ അത് നോക്കിയിട്ട് വരണം. അന്ന് അവരെന്നെ തെറി പറഞ്ഞ് കൊന്നിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ, മലയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ ഈ മലമുകളിൽ പല സ്ഥലങ്ങളിലായി ഉണ്ട്. അടിപൊളി സ്ഥലങ്ങളാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെങ്കിലും വാട്ടർ ബോട്ടിലുകൾ, അതേപോലെ മിഠായി കാറുകൾ പോലുള്ള സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയിരുന്ന സ്വഭാവം പ്രബുദ്ധരായ മലയാളികൾക്ക് 100% സാക്ഷരതയുള്ള മലയാളികളുള്ളതിനാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ അനുവദിക്കുന്നതല്ല. വന്യജീവികളെ കൊടുത്തു കാണുന്ന ചെയ്യും കേട്ടോ. അടുത്തടാ കൊടുക്കത്തുമല്ല ഇതൊക്കെ കാണുക. എന്തൊന്നും അവിടെ ഇരിക്കില്ല. കണ്ടോ? കണ്ടാ മതി. കൊടുക്കത്തുമലത്തെ ജീവികളെ കാണണോ? ഇതാ ഉറുമ്പ്. അതവിടെ ഇതൊരു എഴുതാൻ മറന്നാണ്. ഉറുമ്പുണ്ട് കുറേ. നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ കൊടികുത്തിമല എന്നും ഭംഗിയോടെ നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷ. കാര്യം പറയാനുണ്ടോ? ഇവിടുന്ന് കണ്ട ഏറ്റവും വലിയ തള്ളു എടുത്താണ് എനിക്ക്. വേനൽക്കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കണത്തിരമലകൾ വരെ കാണാം. പേരമല കണ്ടില്ല. ഇപ്പോൾ ഇങ്ങനല്ല, ഇത് ഇവിടെ വന്നിട്ട് യൂട്യൂബിലൊക്കെ കണ്ടുവരും. യാതൊരു തരത്തിലുള്ള വരുമാനമാർഗവും ഇല്ലാത്ത ഒരു മലയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റുവാനും ഇവിടുത്തെ ടൂറിസം വകുപ്പിന് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇനിയും നിലനിന്ന് പോകട്ടെ.
ഈ വാച്ച് ടവർ ചില വൃത്തികെട്ട വിവരദോഷികളായ, ഞാൻ നേരത്തെ പറഞ്ഞ 100% സാക്ഷരതയുള്ള പ്രബുദ്ധരായ ചില മലയാളികൾ എന്തൊക്കെയോ വൃത്തികേടുകൾ എഴുതി നശിപ്പിച്ചിട്ടുണ്ട്. ഡിഗ്രി വ്യൂ ഉള്ള കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാണ് കൊടികുത്തിമല. 1998 ഇതിനു മുകളിൽ താഴേക്കോട് പഞ്ചായത്ത് ഒരു വാച്ച് ടവർ സ്ഥാപിച്ചത്. അടിപൊളിയല്ലേ ഇപ്പോ? ഇവിടെ വയ്യില്ലട്ടാ, ഇത് നടന്നോക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ നമുക്ക് എത്തും. പിന്നെ അവിടെ നമുക്ക് ഓട്ടോ വിളിച്ച് പോരാം. പിന്നെ ഓട്ടോ വരിക്ക് നിൽക്കല്ലേ, ഇതൊക്കെ ചെറിയ വജ്ജല്ലേ, വേവാ ഇങ്ങനെ എത്തുക. വഴി കഴിഞ്ഞിട്ടോ, നീ കൂടെ വന്ന് ഇതാ ദൂരെ പോയോക്കല്ലേ, ദൂരെ പോര്. മഴ പെയ്ച്ചു ചെറിയ വജ്ജല്ലേ വന്ന്. കൊടികുത്തിമലയിലേക്ക് വരുന്ന സമയത്ത് അമ്മേക്കാടിൽ നിന്ന് വരുമ്പോൾ ഇരുഭാഗവും കാടുകളാൽ നിറഞ്ഞ സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഈ പോകുന്ന വഴി. പക്ഷെ ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും എന്തൊക്കെയോ പുതിയ പദ്ധതികളുണ്ട്. എല്ലാ മലകളും ഒന്ന് വെടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രകൃതിക്ക് നല്ലതാണോ ദോഷമാണോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും.